സ്പൈസ് നമുക്ക് സ്പൈസ് കാറ്റഗറിയുള്ള ധാരാളം കാർഗോസ്, അതായത് എക്സ്ട്രാക്ട്സ് ഉണ്ട്, റോ സ്പൈസസ് ഉണ്ട്, മസാലാസ്, കറി പൗഡേഴ്സ് എല്ലാം സ്പൈസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതിന് മെയിൻലി നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഐ കോഡും ആ ഇത് മതി, എക്സ്പോർട്ട് കോഡ് മതി. വേറെ അതിനകത്ത് എക്സ്ട്രാ ലൈസൻസ് ഒന്നും വേണ്ട. പക്ഷെ ഓരോ സ്പൈസസിനും അനുസരിച്ചുള്ള സ്പൈസസ് ബോർഡ് രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. RCMC എന്ന് പറയും, അതായത് രജിസ്ട്രേഷൻ അതന്നെ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്. സ്പൈസിലെല്ലാം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മസാല ഐറ്റത്തിനും കറി പൗഡേഴ്സിനും ഒക്കെ ടെസ്റ്റ് വേണം. ഇപ്പോൾ ടെസ്റ്റ് വേണമെങ്കിൽ ഇവർ RCMC ഉള്ളവരായിരിക്കണം മാനുഫാക്ചേഴ്സ്. പിന്നെ ഇപ്പോൾ പല ഫോർ എക്സാമ്പിൾ UK എല്ലാ രാജ്യങ്ങളിലേക്കും ഇപ്പോൾ ടെസ്റ്റ് വളരെ സ്ട്രിക്റ്റ് ആണ്. UK ETO ടെസ്റ്റ് തന്നെയാണ് അവർ പറയണത്. അതായത് എക്സ്പോർട്ട് പോകുന്ന ലോട്ടിൽ നിന്ന് സാമ്പിള് സ്പൈസസ് ബോർഡിൻ്റെ ഒഫീഷ്യൽസ് വന്ന് അത് കളക്ട് ചെയ്ത് അവർ വന്ന് എവിടെയാണോ കസ്റ്റംസ് ഏരിയയിലാണോ ഫാക്ടറിയിലാണോ എവിടെയാണോ വന്ന് ഒരു ഒഫീഷ്യൽസ് വന്ന് അത് കളക്ട് ചെയ്ത് സാമ്പിള് ടെസ്റ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്. സ്പൈസസ് ബോർഡിന്റെ ആള് തന്നെയാണ് ഓതറൈസ്ഡ് ആൾക്കാർ വന്നാണ് ചെയ്യുന്നത്. RCMC ആദ്യം നമ്മൾ എടുക്കും, ഒരു RCMC കിട്ടും. RCMC മാത്രം പോരാ ചില ഐറ്റത്തിന്, എല്ലാത്തിനും വേണ്ട. മെയിൻലി മസാലാസ്, കറി പൗഡേഴ്സ്, ചില്ലി അടങ്ങിയതിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ടെസ്റ്റിങ് റിക്വയർമെന്റ് ഏറ്റവും കൂടുതലുള്ളത്. ബാക്കി ഇപ്പോൾ പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ പല കൺട്രീസിലും പല ബയേഴ്സിന് പല റിക്വയർമെന്റ് ആണ്. ഇപ്പോൾ ചില ബയേഴ്സിന് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ ഏജൻസിയുടെ L സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ടി വരും. അതൊക്കെ ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ബയേഴ്സ്, അതാണ് അതിൻ്റെ മെയിനായിട്ട്. അല്ലാതെ നമ്മൾ നോർമൽ ചെയ്യുന്നതിന് സ്പൈസസ് ബോർഡിന്റെ റിസൾട്ടും കാര്യങ്ങളും നോക്കും. അപ്പോൾ UAE രാജ്യങ്ങളിലേക്ക് ചെയ്യുന്നതിന് നോർമൽ അത് മതി. പിന്നെ വരുന്ന റിക്വയർമെന്റ് L സർട്ടിഫിക്കറ്റ്, നമ്മൾ കേരള സ്റ്റേറ്റിന്റെ L സർട്ടിഫിക്കറ്റ് ഉണ്ട്. കാർഗോ ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് നമ്മൾ ഷിപ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് IEC എടുക്കണം, പിന്നെ കസ്റ്റംസ് രജിസ്ട്രേഷൻ ചെയ്യണം, എല്ലാം ചെയ്യണം. കാർഗോ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ കാര്യം വെച്ചാൽ FSSAI, സ്പൈസസ് ബോർഡ്, അപ്പേഡ എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആയ ഗവൺമെന്റിന്റെ ഓരോ ബോഡികളാണ്. അപ്പോൾ അതിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണമാണ് എപ്പോഴും ഒരു നല്ലത്. കാരണം നമുക്കൊരു ടെസ്റ്റ് റിപ്പോർട്ടിന് വിടണമെങ്കിലൊക്കെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വേണ്ടി വരും. അത് മർച്ചന്റിനും കൊടുക്കുന്നുണ്ട്, അവർ മാനുഫാക്ചേഴ്സിനും ഉണ്ട്. അങ്ങനെ രണ്ട് രീതിയിലും സാധാരണ റോ ആയിട്ടുള്ള മസാല റോ സ്പൈസസ് അതിന് നമുക്ക് ഇതിന് ആവശ്യമുണ്ടോ ഈ പറയുന്ന FSSAI? റോ സ്പൈസസിന് മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിന് പ്ലാൻ ക്വാറന്റൈൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റോസാനിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് പിന്നെ ഫുമിഗേഷൻ ചെയ്യേണ്ടി വരും. ചെയ്യുന്ന സമയത്ത് ആവശ്യം വരും. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് FSSAI ഒന്നും ആവശ്യമില്ല. രജിസ്ട്രേഷൻ സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു സ്പൈസസ് റിലേറ്റഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും സ്പൈസസ് ബോർഡിന്റെയും ഒരു RCMC കമ്പൽസറി ആയിട്ട് എടുത്തു വെക്കുക. എന്നാൽ സ്പെഷ്യൽ ടെസ്റ്റ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനെയുള്ള ഈ റോ സ്പൈസസിന് അധികം ടെസ്റ്റ് വേണ്ട. എന്നാൽ ചില ഐറ്റങ്ങൾക്ക് ഇപ്പോൾ സ്പൈസസ് ബോർഡിന്റെ കഴിഞ്ഞ ഒരു മാൻഡേറ്ററി ഡോക്യുമെന്റ് ലിസ്റ്റ് ഉണ്ട്, അതിൽ കുറേ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്പൈസസ് ബോർഡിന്റെ സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യും ഇന്ന ഐറ്റത്തിന് വേണോ എന്നുള്ളത്. ഇപ്പം നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മെയിൻലി മസാലാസും കറി പൗഡേഴ്സിനുമാണ് അവർ കൂടുതൽ ഇതിനകത്ത് കണ്ടേക്കണം, ഇൻസിസ്റ്റ് ചെയ്യുന്നത്. എക്സ്പോർട്ടർക്ക് തന്നെ ചെക്ക് ചെയ്യാൻ എന്തൊരു മാർഗമുണ്ടോ? എക്സ്പോർട്ടർക്ക് ധാരാളം മാർഗമുണ്ട്. എക്സ്പോർട്ടർക്ക് സ്പൈസസ് ബോർഡിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അത് മാൻഡേറ്ററി ആയ ഇതുണ്ട്, കൺട്രി അടിച്ചു കൊടുത്താൽ മതി, ചെക്ക് ചെയ്യാം. അവർക്ക് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ RCMC മെമ്പർ ആയി കഴിയുമ്പോൾ എക്സ്പോർട്ടേഴ്സിന് റെഗുലറായ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഈ RCMC എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണോ രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ മെമ്പർ ആകുമ്പോൾ എൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ഓരോ രാജ്യത്ത് ഇപ്പോൾ ഇവരെല്ലാം ഗവൺമെൻറ് ബോഡികളാണ്. ഇപ്പോൾ ഓരോ രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പം തന്നെ ഇവർക്ക് അപ്ഡേഷൻ കിട്ടും. അപ്പോൾ ഈ പറയുന്ന എക്സ്പോർട്ടേഴ്സിന് അറിയാനുള്ളൊരു മാർഗ്ഗമാണത്. കാര്യം അവരെങ്ങനെ അറിയും? ഇപ്പോൾ പെട്ടെന്ന് UK നിയമം മാറി. ഈ കഴിഞ്ഞ ദിവസം തൊട്ട് ഈ ജനുവരി 1 തൊട്ട് UK കംപ്ലീറ്റ് സ്പൈസസും ETO ടെസ്റ്റ് ചെയ്യണം. ETO എന്ന് വെച്ചാൽ ഒരു നോർമൽ ടെസ്റ്റ് അല്ല, വേറെ ടെസ്റ്റ്. അവരുടെ ക്രൈറ്റീരിയാസ് കൂട്ടി അവർ സ്പൈസ് ബോർഡ് ചെയ്യും. അത് ജനുവരി 1 തൊട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴും മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് അപ്ഡേഷൻസ് അറിയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെക്കുള്ള ഏജൻസുമായിട്ട്
കോണ്ടാക്ട് ചെയ്യണം. അതെ. അത് പല ബയർമാരും പല എക്സ്പോർട്ടർമാരും ചോദിക്കാറുണ്ട് അവർക്ക് ബയ്യറെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ സഹായിക്കും ഈ സ്പൈസ് ബോർഡൊക്കെ ഹെൽപ്പ് ചെയ്യും? ഇല്ല, അവര് അങ്ങനെയല്ല. അവർ ട്രേഡ് ഫെസ്റ്റുകളൊക്കെ നടത്തും, ട്രേഡ് മീറ്റ്സ്. നമ്മൾ അതിലൊക്കെ പങ്കെടുക്കുക. പിന്നെ ബയേഴ്സിനെ ഇപ്പം എല്ലാവരും നമ്മളിപ്പോൾ ഇവരറിയുന്നതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ പല സ്ഥലത്തും പല രാജ്യത്തും ട്രേഡിൻ്റെ മീറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പോയി പങ്കെടുക്കുക, നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ കാണിക്കുക. അപ്പോൾ അങ്ങനെ ബയേഴ്സ് വരും. പിന്നെ രണ്ടാമത് എല്ലാം ഓൺലൈൻ. ഇപ്പോൾ റെഗുലറായിട്ട് പല സൈറ്റുകളുണ്ടല്ലോ, എക്സ്പോർട്ടേഴ്സിൻ്റെ സൈറ്റുകളുണ്ട്. അതിലൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചേംബറല്ല, ഈ ട്രേഡ് ഇന്ത്യ അങ്ങനെയുള്ള സൈറ്റ്സ് ധാരാളം ഉണ്ട്. അപ്പോൾ അതിലൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവർക്ക് എൻക്വയറീസ് വരും. അങ്ങനെ അതൊക്കെ പെയ്ഡ് രജിസ്ട്രേഷനാണ് അത്. പിന്നെ മെയിൻലി എല്ലാവരും ഈ ക്ലയൻസിന് ഇപ്പം അധികം പുറത്ത് ഉള്ളവർക്ക് ഇപ്പം പല മീറ്റിലൂടെയൊക്കെയാണ് ചെയ്യണത്. ആലിബാബ ചെയ്യും ബുക്കിംഗ് വെച്ചാൽ ജെന്യൂൻ ആണ് അതിലൊക്കെ. ആ പിന്നെ അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ടേംസിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർക്ക്. അപ്പോൾ പിന്നെ ഇപ്പോൾ പുറത്തുള്ള ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ പുറത്ത് നമ്മളധികം ആൾക്കാർ മലയാളികൾ തന്നെയാണ് ഇപ്പോൾ ഈ UAE, UK, കാനഡയിലൊക്കെ US ഒക്കെ കച്ചവടം ചെയ്യുന്നത്. അവരെല്ലാ സ്ഥലത്തും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എല്ലാ ആൾക്കാരിൽ നിന്നും വാങ്ങുന്നവരുണ്ട്. അതിപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് കയ്യിലുണ്ടോ ബയ്യറെ കണ്ടുപിടിക്കാനും. പക്ഷെ പിന്നെ ഒരു പേയ്മെന്റ് ടൈംസ് നോക്കണം. അതൊക്കെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ സ്പൈസ് ഏറ്റവും കൂടുതൽ മസാല പൗഡർ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ച് ഫുഡ് സ്റ്റഫാണ് ഏറ്റവും കൂടുതൽ കയറി പോകുന്നത്. പിന്നെ ഫ്രോസൺ. ഇപ്പോൾ നമ്മുടെ മലയാളികളൊക്കെ പുറത്തുള്ളത് കൊണ്ട് ഫ്രോസൺ ഐറ്റംസിനൊക്കെ നല്ല കപ്പ, ഫിഷ് ഉപയോഗി. ഫിഷ് നമ്മുടെ പഴയ സെക്ടർ തന്നെയാണ്. ഫിഷ് നമ്മുടെ ഒരു സെക്ടർ തന്നെയാണ്, മറിയൻ പ്രൊഡക്ട്സ്. അല്ലാതെ തന്നെ നമ്മുടെ പൊറോട്ട, ചപ്പാത്തി, പഴംപൊരി, കറികള്, നമ്മുടെ വീട്ടിലെ കറികള്. ഇപ്പൊ നമ്മൾക്ക് മസാല ദോശ, ഊണ്, മറ്റേ ഇത് ഓണത്തിന് ഓണസദ്യ, പായസം, അങ്ങനെ സമോസ, പരിപ്പുവട എല്ലാം അങ്ങനെ പോകുന്നുണ്ട്. കാരണം അവിടെ മലയാളീസ്, നമ്മുടെ ആൾക്കാർ, പിള്ളേരൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പൊ അതൊരു വലിയ മാർക്കറ്റാണ് അതിപ്പോ. അതിപ്പോ റീഫർ, ഈ കോർഡിനേഷൻ റീഫറിന് ഈ പറയുന്ന കമ്പനികൾ ധാരാളം വന്നിട്ടുണ്ട്. മസാല പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മസാല പൗഡറിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചില്ലി അടങ്ങിയത് കൊണ്ട് എല്ലാ ഈ കറക്റ്റ് ടെസ്റ്റിംഗ് എല്ലാം കയറിപ്പോയില്ലെങ്കിൽ റിജക്ഷൻ വരും. അവിടെ പോയി റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വിടാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലോസും കോസ്റ്റും വരും. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ വീണ്ടും ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ ആളുകൾ എറിയാൻ പറ്റുള്ളൂ. അത് വേറെ സെക്ടറാണത്, ഇമ്പോർട്ടിലേക്ക് വന്ന കയ്യിൽ. അപ്പൊ ഇത് അതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെയുള്ള വന്നത്. കുരുമുളക് പോകുന്നുണ്ട്. പിന്നെ കുരുമുളക് പുറത്തുനിന്നും വരുന്നുണ്ട്, പൊടി എക്സ്ട്രാക്ട് പർപ്പസിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുരുമുളകും പോകും. നമ്മുടെ സ്പൈസസ് എല്ലാം നമുക്ക് കാടമം പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. കാരണം ഇതിനൊക്കെ വേണ്ട സൈറ്റോസാനിറ്ററി സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. സൈറ്റോസാനിറ്ററി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിനെല്ലാം അവിടുത്തെ ക്ലിയറൻസ്, കാരണം പെസ്റ്റ് കൺട്രോൾഡ് ആണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് സൈറ്റോസാനിറ്ററി സർട്ടിഫിക്കറ്റ്. PQ സർട്ടിഫിക്കറ്റ്. PQ നമ്മൾ ഷോർട്ട് ഫോം പറയണം, പ്ലാൻ ക്വാറന്റൈൻ. ഇനി സൈറ്റോസാനിറ്ററി സർട്ടിഫിക്കറ്റ് നമ്മൾ പറയണത്. അപ്പോൾ അത് റെഗുലറായിട്ട് എടുക്കണം, മസ്റ്റായിട്ട് വേണം. പിന്നെയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ഷിപ്മെന്റിനും എടുക്കണം. എല്ലാ ഷിപ്മെന്റ്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്ക് PQ, ഫുഡ് സ്റ്റഫോ, റോ സ്പൈസസോ, റൈസ് തുടങ്ങിയ ഒന്നും. എന്ത് അതൊക്കെ ഒരു നോർമൽ ഒരു 200 ഗ്രാം 250 ഗ്രാം ഒക്കെ മതി, അല്ല കൂടുതലൊന്നും വേണ്ട അവർക്ക്. അതിപ്പോ നമ്മള് ലോട്ട് എക്സ്പോർട്ട് അങ്ങനെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഷിപ്പർക്ക് തന്നെയാണ് ഇതിന്റെ അനന്തരഫലം ഉണ്ടാവുന്നത്. കാരണം കാർ അവിടെ ചെന്ന് പ്രാണി കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ ഓർഡറും പോകും. അയാളുടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് കയറ്റി വിടാന്നുള്ളതാണ് ഒരു ബ്രാൻഡഡ് പാർട്ടി ചെയ്യുള്ളൂ. അല്ല അവരൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടി പക്കയെ മാത്രമേ കയറ്റി വിടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്ന് തിരിച്ചു വിട്ടാൽ എന്ത് ചെയ്യും? പിന്നെ യൂറോപ്പിലേക്ക് യൂറോപ്പ് ഒലിയോറോസിനുണ്ട്. അതായത് ഒലിയോറോസിൻസ് യൂറോപ്പ് സെക്ടർ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് ശരിക്കും നമ്മുടെ ഈ മുളകിന്റെ തന്നെ എക്സ്ട്രാക്ട് ആണ്, ചില്ലി പ്രൊഡക്റ്റ് തന്നെയാണത്.
പിന്നെ പല ടൈപ്പ് ഉണ്ട്. ക്യാപ്സിക്കം ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, ബ്ലാക്ക് പെപ്പർ ഉണ്ട്, ഒലിയോസിൻ നല്ല മൂവ്മെന്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം ഇത് എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അത് കുറച്ച് കമ്പനീസേ ഉള്ളൂ. പിന്നെ അതൊരു വാല്യൂ ആയ പ്രൊഡക്റ്റ് ആണ്, എക്സ്ട്രാക്ട് ചെയ്തതാണ്. അപ്പോൾ അതൊരു അതിൻ്റെതായ ഒരു ഫാക്ടറി ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കാണ് അത് കൂടുതൽ. പിന്നെ അതിൻ്റെ റോ മെറ്റീരിയലൊക്കെ വലിയ നല്ല വില വരുന്നത് കൊണ്ട് പലരും ഇമ്പോർട്ട് ചെയ്ത റോ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് റീപ്രോസസ് ചെയ്തൊക്കെയാണ് അത് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നത്. ലൈസൻസ് ഒക്കെ വെച്ച് ചെയ്യുകയും പിന്നെ യൂണിറ്റ്സ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് റോ മെറ്റീരിയൽ ഭയങ്കര വാല്യൂ ആണല്ലോ, പിന്നെ ഡ്യൂട്ടി കൂടുതലായിരിക്കും. അത് വളരെ ഇതാണ്. നമ്മുടെ ഈ സ്പൈസ് ഇപ്പൊ ചെയ്യാനായിട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ട യൂണിറ്റ് ആവണോ, അതേ നമുക്കൊരു ട്രേഡർക്ക് അത് ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻ? ട്രേഡർക്ക് ചെയ്യാൻ ഓപ്ഷൻ എന്ന് വെച്ചാൽ ട്രേഡർക്ക് ഒരു മാനുഫാക്ചർ യൂണിറ്റിൽ നിന്ന് ആളെ മേടിക്കാൻ പറ്റുള്ളൂ. പുള്ളിക്ക് അത് പുള്ളിയുടെ സ്പെസിഫിക്കേഷനിൽ വാങ്ങാം. പുള്ളിക്ക് ലൈസൻസിലെല്ലാം വേണം. പിന്നെ ചില ലൈസൻസുകൾ മാനുഫാക്ചറർ വേണം ഉപയോഗിക്കാം. കാരണം ഇയാളുടെ മാനുഫാക്ചറിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ട് ഇപ്പോൾ ആ രജിസ്ട്രേഷൻ നമുക്ക് കാണിക്കാൻ പറ്റും. പ്രൊഡക്റ്റ് അവരുടെ ആയിരിക്കുമല്ലോ. അതേ സമയത്ത് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ഇവരുടെ ആണെങ്കിൽ ഇവർക്ക് ഇത് വേണം. അല്ലെങ്കിൽ അതിനകത്ത് കാണിക്കണം പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് ബൈ ഇന്ന ടീം. ഇപ്പൊ തേർഡ് പാർട്ടി നമ്മൾ ബാക്കി പറഞ്ഞ തേർഡ് പാർട്ടി നമുക്ക് ഇവിടുന്ന് ചിപ്സ് ഒക്കെ വേണമെങ്കിൽ വേറെ പാർട്ടിയിൽ നിന്ന് എടുത്ത് ചെയ്യാം. എടുക്കുന്ന പാർട്ടിക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതെ, ആർസിഎംസിന് കുഴപ്പമില്ല. പിന്നെ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയേഴ്സ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പാർട്ടിയായിട്ട് ഡയറക്റ്റ് മുട്ടും. അതുകൊണ്ടാണ് എല്ലാവരും സ്വന്തം ലേബലിൽ ബ്രാൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. ബ്രാൻഡ് ചെയ്യുമ്പോൾ ഓണാവും. പ്രൊഡക്റ്റ് ഇപ്പോൾ അവരുടെ നിന്ന് വാങ്ങണമായിരിക്കും, റീപാക്ക് ചെയ്യാണല്ലോ. ബ്രാൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഇതിന് ലൈസൻസുകൾ വേണ്ടി വരും. പക്ഷെ അത് വേണ്ടി വരും. പക്ഷെ അവരുടെ ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കണില്ലല്ലോ. അപ്പോൾ അതേ സെയിം സമയത്ത് അവരുടെ ബ്രാൻഡ് അവരുടെ പാക്കറ്റ് ഉപയോഗിച്ച് വിടുകയാണെങ്കിൽ മെച്ചമില്ല. എപ്പോഴും ഫെസിലിറ്റി കണ്ടെത്തി ഇതാണ്. പിന്നെ ഇപ്പൊ പഴയ പോലെ അത്ര ഇപ്പൊ ഒരു ഗവൺമെന്റ് പോളിസി പ്രകാരം അങ്ങനെ കിട്ടും. ഇതെല്ലാം ഒരു സപ്പോർട്ടിങ് മാനുഫാക്ചർ ഒക്കെ വെച്ച് അവർക്ക് കിട്ടും. അവർക്ക് ഫെസിലിറ്റി ചെയ്യാനും ആർസിഎംസി എല്ലാം ഓൺലൈനാണ്. ഇതിന് 7,000 FSSAIക്ക് 7,000 സംതിങ് എല്ലാം ആ റേഞ്ച് വരും. 7,000 8,000 ആ റേഞ്ചാണ് ഒരുമാതിരി വേണ്ടത്. ഇപ്പം ഞാൻ മനസ്സിലാക്കി പ്രോപ്പർ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു 5 ദിവസം മാക്സിമം 7 ദിവസമൊക്കെ കൊണ്ട് കിട്ടാറുണ്ട്, അപ്രൂവൽ കിട്ടാറുണ്ട്. കാരണം നോർമൽ ഡോക്യുമെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഇല്ലില്ല, ഇത് പുതുക്കണം. 5 കൊല്ലമൊക്കെ കിട്ടിയിട്ട് വീണ്ടും നമ്മൾ പുതുക്കും. പിന്നെ കാർഗോ നമ്മൾ പോർട്ടിൽ വന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ റെഡിയാക്കുന്നത്? നമ്മൾ കാർഗോ പോർട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ് എല്ലാം ആയിട്ടേ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, പിന്നെ മറ്റേ എന്തൊക്കെ ഡോക്യുമെന്റ് സപ്പോർട്ടിങ് ആയ എന്തൊക്കെയാണ് അത്. പിന്നെ ഇ വേ ബില്ല് കാർഗോയ്ക്ക് വേണം. തൊട്ടടുത്തുള്ള ഫാക്ടറിയാണ് നമുക്ക് വേണ്ടി വരും. ഇപ്പൊ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്ര കിലോമീറ്ററിന്റെ ഇതുണ്ട്. പക്ഷെ ഇപ്പൊ ഇ വേ ബില്ലാണ് എല്ലാവരും കമ്പൽസറി ചെയ്തത്. കാരണം ഇ വേ ബില്ല് മൂവ്മെന്റ് ഇവർക്ക് ഈ പറഞ്ഞ ടാക്സ് ഒക്കെ കിട്ടുന്നതല്ലേ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടാക്സ് GST ഒക്കെ ക്ലെയിം കിട്ടുന്നതിൻ്റെ അകത്ത്. അപ്പൊ ഇ വേ ബില്ലായിട്ട് ഇപ്പൊ ലിങ്കഡാണ്. അപ്പൊ മൂവ്മെന്റ് ഒക്കെ വേണ്ടി വരും. ഇ വേ ബില്ല് എടുത്ത് കറക്റ്റായിട്ട് വിടുകയായിരിക്കും എപ്പോഴും നല്ലത്. ഇ വേ ബില്ലൊക്കെ എടുത്ത് വിടുക. പിന്നെ നമുക്കൊന്നുമില്ല, ബാക്കി നമ്മുടെ ഡോക്യുമെന്റ്സ് മെയിൻലി ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്. ഈ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും ഒക്കെ എക്സ്പോർട്ടർമാർക്ക് ആർക്കും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അപ്പൊ അത് എങ്ങനെയാണ് ഇതിനെ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് നമ്മൾ അതിന്റെ എക്സൽ ഷീറ്റ് കാണിച്ചു കൊടുക്കും. ചിലർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ സോഫ്റ്റ്വെയറിലേക്കൊക്കെ മായി. ഇപ്പൊ എക്സൽ ഷീറ്റിൽ ചെയ്യുന്നവരെ കുറവാണ്. കാരണം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവരുണ്ട്. ചെയ്യാം. അത് ഇൻവോയ്സ് കം പാക്കിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് ചെയ്യാൻ കുഴപ്പമില്ല. അതിൽ ഡോക്യുമെന്റ്, അതായത് അതിൽ വാല്യൂ വേണം, ക്വാണ്ടിറ്റി വേണം, ടോട്ടൽ നമ്പർ ഓഫ് പാക്കേജ് വേണം. അതൊക്കെയാണ് വേണ്ടത്. അതിപ്പോ എങ്ങനെ ഒന്നിച്ചായാലും അത് പർപ്പസ് പറഞ്ഞാൽ അതാണല്ലോ മെയിൻ. ബാങ്കിലേക്ക് ഡോക്യുമെന്റ് പോകുന്നത്, കസ്റ്റംസിന് വാല്യൂ, അതാണല്ലോ അതിന്റെ ഒരു മെയിൻ. കാരണം ഈ ഇൻവോയ്സ് ആണല്ലോ അവിടെ ചെല്ലണത്. പാക്കിംഗ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 10 ഐറ്റം ഉണ്ടെങ്കിൽ അതിന്റെ പെർ യൂണിറ്റ് അറിയാനും, പെർ KGS, അങ്ങനെ പല എത്ര ഐറ്റം ഉണ്ടെന്ന് അറിയാനും ഒക്കെ. ഇല്ലില്ല, ഇതിലെ പറ്റില്ല. കാരണം ഇതിലെ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ അറിയും? ഞങ്ങൾ ബില്ല് ഫയൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്യണമെങ്കിൽ ഇതെല്ലാം മാൻഡേറ്ററിയാണ്. ഇത് ഇൻവോയ്സ് നമ്പർ, ഡേറ്റ് എല്ലാം മാൻഡേറ്ററിയാണ്.
കസ്റ്റംസിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് പാക്കേജ് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. എക്സ്പോർട്ടർമാരെ കൂടെ തരുമ്പോഴത്തേക്ക് അതിൽ എറർ വരാൻ പാടില്ല. പിന്നെ എറർ വരാം, വാല്യൂ മാറാം. അതൊക്കെ ഞങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഇൻവോയ്സ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഇൻവോയ്സിന്റെ പ്രിപ്പറേഷനിൽ ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഷിപ്പിംഗ് ബില്ല് ജനറേറ്റ് ചെയ്തു, നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് അമെൻമെന്റ് ബുദ്ധിമുട്ടാണ്. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഇൻവോയ്സും പാക്കേജും നമുക്ക് മെയിലിട്ട് തരും. ആ സോഫ്റ്റ് കോപ്പി മെയിലിട്ട് ഇപ്പോൾ സോഫ്റ്റ് കോപ്പി ആയാലും കുഴപ്പമൊന്നുമില്ല, കസ്റ്റംസ് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഒറിജിനൽ നിർബന്ധം പിടിക്കാറില്ല പലരും, കാരണം സോഫ്റ്റ് കോപ്പി. പക്ഷെ ചില ഡോക്യുമെന്റ്സ് ഇപ്പൊ സൈൻ എന്തായാലും വേണം, ഡിജിറ്റല് വേണമെന്ന് ഇതില്ല, സൈൻ ചെയ്യണം. പക്ഷെ ഈ ഡിജിറ്റൽ ഞങ്ങൾ സൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങളിത് ഡിജിറ്റലായിട്ടാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണത്. കാരണം അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ വേണം, അത് ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ ചെയ്യും. അപ്പോൾ അതാണ് മെയിൻ തിങ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവോയ്സിന്റെ വേറെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇൻവോയ്സുകൾ ചിലർ ഇൻവോയ്സ് നമ്പർ തെറ്റിച്ചഴിക്കും, എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ വിളിക്കും, അയ്യോ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ കാരണം എൻ്റെ സീക്വൻസ് അല്ലേ അടുത്ത, കാരണം ഇത് ജോൺ ഇതെന്നാ വെച്ചാൽ ഈ ഇൻവോയ്സ് നമ്പർ ഡേറ്റും വെച്ച് GST പോവും, പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ റിപ്പീറ്റിംഗ് വരാൻ പാടില്ല. പിന്നെ ഒരു അക്കൗണ്ട്സ് ഇതുണ്ടല്ലോ അതിനകത്ത്, കാരണം അടുത്തത് സെയിം അതൊന്നും. പക്ഷെ സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ അടുത്ത നമ്പർ വരുള്ളൂ, അല്ലാതെ നമ്മൾ ഇത് ചെയ്യില്ല. അപ്പോൾ ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, വാല്യൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് വാല്യൂ. കാരണം എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇതെല്ലാം ബാങ്കിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്ത് ലെറ്റർ സ്പോട്ട് എടുക്കുമ്പോൾ, ലെറ്റർ സ്പോട്ട് എല്ലിയോ എടുക്കുമ്പോൾ ഇതെല്ലാം ഓരോ ബാങ്കിലേക്ക് ഇൻറ്റിമേഷൻ പോവാം, ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ അവിടുത്തെ ഈ നമ്മുടെ ഫയൽ ചെയ്തേക്കുന്ന വാല്യൂവും അതും കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ബാങ്ക് നോട്ടീസ് അയക്കും. അപ്പോൾ അത് വളരെ ഇപ്പോൾ ബാങ്ക് ആയിട്ട് വളരെ എന്നാലാണ് BRC ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ബാങ്ക് റിയലൈസേഷൻ സർട്ടിഫിക്കറ്റ് ചെയ്യണമെങ്കിൽ എമൗണ്ട് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ബാങ്ക് റിയലൈസേഷൻ ചെയ്യില്ല. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഡ്രോബാക്കും RODTP തുടങ്ങിയ ക്ലെയിം ഒന്നും കിട്ടാവില്ല, ഇവർക്ക് ഇൻസെൻറ്റീവ് കിട്ടാവില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് മെയിൻ ആയിട്ട് ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, വാല്യൂ, ഐറ്റംസ് എല്ലാം തെറ്റാറുണ്ട്. കാരണം പല ആൾക്കാർ ഇന്നൊരാൾക്ക് തെറ്റിയിട്ടുണ്ട്. ഷിപ്പ് ഒന്നും മാൻഡേറ്ററി ഇല്ല, അതൊക്കെ ഫൈനലിൽ വരുന്ന അത്. പിന്നെ ഇൻവോയ്സ് വാല്യൂ ഈ എക്സ്പോർട്ടർമാർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇൻവോയ്സ് വാല്യൂ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ പല അതായത് പേയ്മെന്റ് ടേംസ് അനുസരിച്ചാണ്. ഡെലിവറി ടൈപ്പ് CIF ഉണ്ടാവും, CIFന് അവർക്ക് കോസ്റ്റും ഇൻഷുറൻസും ഫ്ലൈറ്റും ആഡ് ചെയ്യും. FOB വാല്യൂ കൊടുക്കുന്നവരുണ്ട്, പിന്നെ ഫ്ലൈറ്റ് ഇല്ലാതെ CF കൊടുക്കുന്നവരുണ്ട്. CIFും FOB ആണ് കൂടുതൽ പോണത്. DDP വരാറുണ്ട്, DDP വളരെ കുറച്ചുള്ളൂ, അത് എയർ ഷിപ്മെന്റിലാണ് കൂടുതൽ കാണാറുള്ളൂ. അത് ഇമ്പോർട്ട് വരുന്നില്ല. എക്സ്വർക്ക് വരാറുണ്ട്. എക്സ്വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ റയർ കേസിൽ നമുക്ക് ഞങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. വളരെ ബയ്യറാ ചെയ്യേണ്ടത്, അല്ലല്ല ബയ്യറാ ചെയ്യേണ്ടത്. അതായത് ബയ്യറുടെ ഏജന്റ് ആണ് സെല്ലറിൽ നിന്ന് കാർഗോ എടുത്ത്, സെല്ലർ കാർഗോ മാത്രം ഉണ്ടാക്കി വെക്കുകയുള്ളൂ. അതങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതായത് FOBയുടെ കൂടെ, FOB എന്ന് പറഞ്ഞാൽ എന്താ, ബയ്യറാണ് ഫ്ലൈറ്റ് കളക്ട് ചെയ്യേണ്ടത്, ഫ്ലൈറ്റ് കൊടുക്കേണ്ടത്. FOBയുടെ കൂടെ എക്സ്വർക്ക്, ആ പിക്കപ്പും കൂടെ കൂടി വരും. അതായത് FOB എന്ന് പറഞ്ഞാൽ പോർട്ടിൽ നിന്ന് എടുക്കുന്നതാണ് FOB. ഇപ്പൊ കൊച്ചിൻ പോർട്ട് ടു ചൈന അല്ലെങ്കിൽ ദുബായ് FOB. സെല്ലറുടെ, അതായത് ലോവർ മാനുഫാക്ചറുടെ പ്രിമിസസിൽ നിന്ന് എടുക്കുന്നതിനാണ് അവിടെ നിന്നുള്ള ചെലവുകൾക്കും എക്സ്വർക്ക് വരും. കാർഗോ ഉണ്ടാക്കി വെക്കും അവര്. ഞാൻ ആലോചിച്ചത് ശരിക്കും എക്സ്പോർട്ടർ ആണല്ലോ കാർഗോയുടെ ഓണർ. അതെ, പിന്നെ എക്സ്പോർട്ടർക്ക് വേണ്ടിട്ട് എങ്ങനെ ബയ്യറുടെ അത് റേറ്റ് വൈസ് അങ്ങനെയായിരിക്കും. അതിപ്പോൾ അത് അവർ നമ്മുടെ ഇന്റേണൽ റേറ്റ്സ് ആണ്. ഓരോ കണ്ടീഷൻ ഉണ്ടല്ലോ. നമ്മൾ ഒരു കച്ചവടത്തിലേക്ക് വരുമ്പോൾ അവർ ചിലപ്പോൾ ഞങ്ങൾ എക്സ്വർക്ക് ഞങ്ങൾക്ക് ബാക്കിയ, കാരണം ഫ്ലൈറ്റ് ബയ്യർ ഇപ്പോൾ എക്സ്പോർട്ടർ ഫ്ലൈറ്റ് കൊടുത്ത് എത്തിക്കുന്ന ചിലപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇവർക്ക് ഓരോ കോൺട്രാക്ട് ഉണ്ടാവുമായിരിക്കും പല ലൈൻസുമായിട്ട്. ഇപ്പൊ വലിയ വലിയ ബയ്യേഴ്സിന് ഇപ്പോൾ പല പോർട്ടുകളിൽ നിന്ന് എടുക്കുന്ന ബയ്യേഴ്സ് ഉണ്ട്, അവർക്ക് പല ലൈൻസുമായിട്ടും ഒരു കോൺട്രാക്ട് റേറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് റേറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. 1 ഇയറിലേക്ക് റേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓഫർ താഴെ കൊടുക്കണ്ടാവും, ഫ്രീ പീരീഡ് അവർ കൂടുതൽ കൊടുക്കണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരായിട്ടൊരു കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് അവരങ്ങനെ എടുപ്പിക്കുന്നത്. അത് ഷിപ്പിംഗ് ബില്ല് ഫയലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള്
ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ എവിടെയാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്? ഷിപ്പിംഗ് ബിൽ ഫയൽ എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ബിൽ ഫയലിങ്ങിന് പല സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ഐസ്ഗേറ്റിന്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത്. ഐസ്ഗേറ്റിന്റെ കസ്റ്റംസിന്റെ സൈറ്റ്. അപ്പോൾ പല സോഫ്റ്റ്വെയർ ഉണ്ട്, പല പ്രൈവറ്റ് പ്ലേയേഴ്സും ഉണ്ട് സോഫ്റ്റ്വെയർ. ഞങ്ങളൊക്കെ ഓരോ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ഇത് ചെയ്ത് ഈ ഷിപ്പിംഗ് ബില്ലും ഇതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എല്ലാം ഈ സഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ഇതിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഐസ്കേറ്റ് ഈ സഞ്ജിത്ത് ചെയ്യണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഡിജിറ്റലൈസേഷൻ്റെ ഫസ്റ്റ് ഗുണം ഈ സഞ്ജിത്താണ്. കാരണം ഒറിജിനൽ വേണ്ട, ഗവൺമെന്റ് പറയണത് ഒറിജിനൽ ഡോക്യുമെന്റ് വേണ്ട, ഈ സഞ്ജിത്ത് ഓപ്പൺ ചെയ്ത് ഓഫീസേഴ്സ് നോക്കിക്കോളും. പി ഡി എഫ് എടുത്ത് അത് നല്ല ക്ലിയർ കോപ്പി ആയിരിക്കണം, അല്ലാതെ ഈ ഫോട്ടോ ഒന്നും എടുത്ത് വിടരുത്. നല്ല ക്ലിയർ കോപ്പി സ്കാൻ ചെയ്ത് അതായിരിക്കണം ചെയ്യേണ്ടത്. അത് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയും ഇങ്ങനെ ചെയ്യണം എന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് PDF ആക്കും, ക്ലാരിറ്റി പോകും. ഈ എക്സ്പോർട്ടേഴ്സിന് അങ്ങനെ കുറെ കുഴപ്പമുണ്ട്. കാരണം അവർക്ക് ഒന്നും പോലെ ഫോണിൽ നിന്ന് എടുത്ത് അയക്കും, കാരണം അവർക്ക് ഇമ്പോർട്ടൻസ് അറിയില്ല. ആ ഇമേജ് ഒക്കെ അയക്കും, ചുമ്മാ ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കും, വാട്സാപ്പിലൊക്കെ ഇട്ട് അയക്കും. നന്നായിട്ട് അയക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഇത് വേണം, കാരണം കസ്റ്റംസിന് ഇത് ക്ലിയർ ആവണം. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ ബില്ല് ഇപ്പം നാളെ ഒരു കാലത്ത് ഇവർക്ക് അമെൻമെന്റ് വന്നു, ഇതിൻ്റെ അകത്ത് ഒരു വാല്യൂ മാറിപ്പോയി, ഒരു അമെൻമെന്റ് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റംസ് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത് വേണം. ഈ സഞ്ജിത്ത് അവർ നോക്കും. അല്ലാതെ ഈ സഞ്ജിത്ത് കസ്റ്റംസ് എപ്പോഴും അതിൻ്റെ അകത്ത് അപ്ലോഡറാണത്. ആ ബില്ല് എടുത്താൽ ആ ഡോക്യുമെന്റ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ടാവും. RCMC അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളെല്ലാം RCMC അപ്ലോഡ് ചെയ്യും ആസ് പെർ ദ കാർഗോ അനുസരിച്ച്. അങ്ങനെ കൊടുക്കൂല. അത് നമ്മൾ എക്സ്പോർട്ടിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം ഞങ്ങൾ നമ്മളിപ്പോൾ ഒരു CHIനെ സംബന്ധിച്ച് നമ്മളൊരു കാർ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പാർട്ടിയോട് പറയും ഇന്നത് വേണം. പിന്നെ നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ക്ലിയറൻസ് ബ്ലോക്ക് ആവരുത്. ഇപ്പം ചില പാർട്ടികൾക്ക് അത് തരാനൊക്കെ ഒരു എന്തിനാ അത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മളൊരു അത് അവർക്ക് നല്ലതാണ്, കാരണം അവരുടെ കമ്പനിക്ക് ഇത്രയും റെക്കഗ്നീഷൻ ഉള്ളപ്പോൾ പിന്നെ അവർക്ക് നല്ല നമുക്കൊരു എല്ലാവരും അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് ചിലർ ഞങ്ങൾക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ അല്ല, ഇപ്പം എല്ലാവരും അതൊന്നും, കാരണം ഇതെല്ലാം നമ്മുടെ പാർട്ടാണ്. അതിന് ലൈസൻസ് ഉണ്ടോ, കാരണം ഇതെല്ലാം ഒരു ഉൽപ്പന്നം ഗുണമുള്ളവർക്ക് മീൻസ് നല്ലൊരു മാനുഫാക്ചേഴ്സിനാണ്. അപ്പോൾ നമുക്കിത് ഈ സഞ്ജിത്തിൽ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷിപ്പിംഗ് ബിൽ ഫയൽ ചെയ്യുന്നത് അല്ലേ? മാൻഡേറ്ററിയാണ്. എന്നാൽ മാത്രം നമ്പർ ജനറേറ്റ് ചെയ്യുള്ളൂ. ഇത് നമ്മൾ ഈ എക്സ്പോർട്ടർമാർ ഇത് ചെയ്യാറുണ്ടോ? എക്സ്പോർട്ടർമാർ ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വലിയ ഇപ്പോൾ ഞാൻ അറിയുന്ന 2 എക്സ്പോർട്ടേഴ്സ് ഡയറക്റ്റ്ലി അവർ കാരണം അവർ സ്റ്റാഫിനെ വെച്ച് നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം നമ്മൾ ഏജൻസിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യണത്. കാരണം ഞങ്ങൾക്ക് ഇടുന്ന അപ്ഡേഷൻ ഒരിക്കലും അവർക്ക് കിട്ടുന്ന അതേപോലെ അപ്ഡേഷൻസ് അവർ ഇപ്പം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ അപ്പേഡ അല്ലെങ്കിൽ FSSI ഞങ്ങൾ ഇതിലെല്ലാം ലിങ്കഡ് ആയത് നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ചേഞ്ചസ്, പിന്നെ കസ്റ്റംസിൻ്റെ ഭാഗത്ത് ചേഞ്ചസ്, ഏതൊക്കെ കയറ്റാൻ പാടില്ല, ഏതൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഏതൊക്കെ ഇമ്പോർട്ട് ചെയ്യുക, ഏതൊക്കെ അങ്ങനെ പെട്ടെന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും, അവർക്കും കിട്ടും കേട്ടോ. പക്ഷെ അവരതിന് വേണ്ടി സ്റ്റാഫൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ആൾക്കാരെല്ലാം അങ്ങനെയുള്ളത് എപ്പിക്കുകയാണ് ചെയ്യണത്. ഒരു 80%, 80 അല്ല, ഒരു 90%. സാധാരണ നമ്മൾ എപ്പോഴായിരിക്കും ഇൻവോയ്സ് ഫയൽ ചെയ്യുന്നത്? ഞങ്ങൾ 2 രീതി ചെയ്യാറുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ കാർഗോ സ്റ്റഫിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാനേക്കാളും മുമ്പ് തന്നെ ഒരു പാർട്ടി ഇൻവോയ്സ് തരും. ചിലർ സ്റ്റഫിങ്ങിന് ശേഷം തരുള്ളൂ, കാരണം ക്വാണ്ടിറ്റി കറക്റ്റാക്കാൻ വേണ്ടി. അതൊക്കെ ഡിപ്പെൻസ് അവരുടെ കാർഗോ പോലെ ഇരിക്കും. 1-2 ഇപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്നവർക്ക് അവർക്കറിയാം, അവർ നേരത്തെ തരും. നമ്മൾ നേരത്തെ ഫയൽ ചെയ്തിടും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏതായാലും കുഴപ്പമില്ല. അങ്ങനെയില്ല, അങ്ങനെയൊന്നുമില്ല. സ്റ്റഫിംഗ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അല്ലേ? സ്റ്റഫിംഗ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. സീലൊന്നും വെക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കാർഗോ ചെയ്യാം. സീലൊക്കെ ചെയ്യണമെങ്കിൽ ബില്ല് ഫൈനലാവണം. ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്തിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയാം, ഷിപ്പിംഗ് നമ്പർ നമുക്കാവും അല്ലേ? ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്യാൻ നമ്പർ ആവുക. നമ്മൾ കസ്റ്റംസിന്റെ സ്ഥലത്ത് 2 രീതിയിൽ സ്റ്റഫിംഗ് നടക്കും. ഒന്ന്, ചില കമ്പനികൾക്ക് ECL പെർമിഷൻ ഉണ്ട്. സ്വന്തം പ്രമിസസിൽ നിന്ന് അവർക്ക് സെൽഫ് സ്റ്റഫ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. സെൽഫ് സ്റ്റഫിംഗ് പെർമിഷൻ ഉണ്ട്. അത് കസ്റ്റംസ് കൊടുക്കുന്ന, അതായത് ജുഡീഷ്യലുള്ള കസ്റ്റംസ് അവർക്ക് സെൽഫ് സീലിംഗ് കൊടുക്കും. അവർക്ക് കമ്പനിയെ ഡയറക്റ്റ് ചെയ്യാം. അല്ലാതെ സെൽഫ് സീലിംഗ് പെർമിഷൻ ഇല്ലാത്ത എക്സ്പോർട്ടേഴ്സ് അവരുടെ കാർഗോ CFSലേക്ക് കൊണ്ടുവരും. അല്ല, അപ്പൊ നമുക്ക് ഈ
ഫാക്ടറി വെച്ച് തന്നെ നമുക്ക് സ്റ്റഫ് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ അത് CFS ലോട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അപ്രൂവ്ഡ് ആയ ആർക്ക് മാത്രമേ അത് ചെയ്യാൻ പോകുള്ളൂ. അതായത് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് സ്റ്റഫിങ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കസ്റ്റംസ് അപ്രൂവ്ഡ് പ്ലേസിൽ നിന്ന് ചെയ്യാൻ പോകുള്ളൂ. അങ്ങനെ ഇല്ലാത്തവർക്കാണ് നമ്മൾ CFS ചൂസ് ചെയ്യണത്. അത് കാരണം അപ്രൂവ്ഡ് ആയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ കസ്റ്റംസ് ഒരു ഞാൻ പറഞ്ഞ ഏരിയ ഇവർക്ക് അപ്രൂവ് ചെയ്ത് അവർക്ക് ഈസിലി ചെയ്യാം. അല്ലാത്ത ആൾക്കാർക്ക് സ്റ്റഫ് ചെയ്യാം, പക്ഷെ CFS കൊണ്ടുവന്ന എക്സാമിനേഷൻ എല്ലാം നടത്തണം. കാറ് CFSലേക്ക് മൂവ് ചെയ്യണം, എന്നിട്ട് എക്സാമിനേഷൻ കസ്റ്റംസിനെ കാണിച്ച് എക്സാമിൻ ചെയ്യണം. അല്ലെങ്കിൽ അതൊരു ഇതില്ല, അത് നോക്കിയിട്ടാണ് ഒരു സീൽ ചെയ്യും. ഞങ്ങൾക്ക് ഫാക്ടറി കൂടുതൽ അവിടെ നിന്ന് തന്നെ സെൽഫ് സീൽ ചെയ്ത് വരും. വർക്ക് കുറവെന്നല്ല, ഈ ടൈം കൺസ്യൂം ചെയ്യാം. ഏത് രാത്രിയും വന്ന് നമുക്ക് ടെർമിനലിൽ ഫുൾ ടൈം വർക്കിംഗ് ആണ്. അപ്പോൾ ഏത് രാത്രിയും വന്ന് നമുക്ക് കണ്ടവർ കയറ്റാം. മറ്റേന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ CFSന്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് കാത്തിരിക്കണം. അപ്പോൾ സെൽഫ് സീലിംഗ് എക്സാമിനേഷൻ സെൽഫാണ്. കസ്റ്റംസ് അതിനാണ് ഈ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. ഈ സെൽഫ് സർട്ടിഫിക്കേഷനാണ് ചെയ്യുന്നത്. കസ്റ്റമർക്ക് എക്സ്പോർട്ടർക്ക് വേണ്ടി എന്തെങ്കിലും സാധനം കയറ്റാൻ പാടില്ല. അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇപ്പൊ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ഇങ്ങനെ ഇത്. പക്ഷെ നല്ല നല്ല ഷിപ്പേഴ്സ് ഒന്നും ചെയ്യില്ല. കാരണം അവരുടെ നാളെ ആണെങ്കിലും അത് അവർക്ക് ഇഷ്യൂസ്. അതൊക്കെ വേറെ സ്കാനിങ്ങോ അങ്ങനെ ഫെസിലിറ്റീസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അത് പിടിക്കപ്പെട്ട അതൊക്കെ പിന്നെ ഉള്ള ലൈസൻസ് തന്നെ പോകും. കസ്റ്റംസുകാർ പെർമിഷൻ സെൽഫ് സീലിംഗ് പ്രെമിസസ് കാണാൻ വേണ്ടി ആദ്യം വരും. അവർ വന്ന് ഫാക്ടറി കാണാൻ വന്ന് എല്ലാം സർട്ടിഫൈ ചെയ്ത ശേഷം സർട്ടിഫൈ തരും. എന്നിട്ട് പിന്നെ അവർ വരില്ല. പിന്നെ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ വരും. ഈ പ്രെമിസസ് അല്ല പോകണമെന്ന് അവർക്കൊരു ഡൗട്ട് വന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ അതാണ് സെൽഫ് സീലിംഗ്. നമുക്ക് ഇവർക്ക് തന്നെ ചെയ്യാം. ഷിപ്പർക്ക് അതിൽ കുറച്ച് പേർക്ക് ഓതറൈസേഷൻ ഇവർ കൊടുക്കും. കസ്റ്റംസ് ഓണേഴ്സിനാവാം, ഓണർ കൊടുക്കുന്ന അടുത്ത ആൾക്കാർക്കാവാം. പക്ഷെ അവരുടെ ഉത്തരവാദിത്തമായിരിക്കും ഇതെല്ലാം. ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഷിപ്പർക്കായിരിക്കും. എനിക്കൊരു കാർഗോ ഉണ്ട്, എനിക്കിത് വേറെ ഒരാളുടെ സെൽഫ് സീലിംഗിൽ പോയി ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ തെറ്റാത്. കാരണം അവയാൾക്കാണ്, അയാളുടെ പ്രൊമിസസിനാണ് നമ്പർ അടിച്ച് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ഇവർ തരുന്ന പെർമിഷനിൽ തന്നെ, പെർമിഷൻ ലെറ്ററിൽ തന്നെ പ്രൊമിസസിന്റെ അഡ്രസ്സ് കാണിച്ചിട്ടുണ്ട്. ആ ഡോർ നമ്പർ വിട്ടിട്ട് സെല് ചെയ്യാം. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് CFSലേക്ക് കൊണ്ടുവരിക, ഇവിടെ നിന്ന് ചെയ്യാം. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ വേറെ കാര്യമുണ്ട്. ഫെസിലിറ്റി എല്ലാം CFS കൊടുക്കും. ഇറക്കി വെച്ച് അവിടെ ലേബർ അവിടെ വേണ്ട, ലേബർ അവിടെ ഉണ്ട്. പിന്നെ ഫോക്ക് ലിഫ്റ്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതുണ്ട്. പാലറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ പാലറ്റൈസേഷൻ ചെയ്യാം. സൂപ്പർവിഷൻ ചെയ്യണമെങ്കിൽ സൂപ്പർവിഷൻ ചെയ്യാം. ലേബലിംഗ് ചെയ്യാം. ചെറിയ പാർട്ടികൾക്ക് ഇപ്പൊ സ്വന്തം മെയിൻ ഗുണം കിട്ടുന്നത് ട്രേഡേഴ്സിനാണ്, മർച്ചന്റ് എക്സ്പോർട്ടേഴ്സിനാണ്. അവർ പല സ്ഥലത്തും പ്രൊക്യൂർ ചെയ്തായിരിക്കും കൊണ്ടുവരുന്നത്. അതൊക്കെ ഇവിടെ വന്ന് ചെയ്യിക്കും. CFS ഒക്കെ കൊച്ചിയിലൊക്കെ നല്ല ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, സ്റ്റഫിംഗ് എല്ലാം കഴിഞ്ഞു. കസ്റ്റംസ് ഉള്ളതുകൊണ്ട് എല്ലിയോ കിട്ടും. പിന്നെ ഈ കാർഗോ ടെർമിനലിൽ കയറുമ്പോൾ എന്തെങ്കിലും ചെക്കിംഗ് വല്ലതും ഉണ്ടോ? ഇല്ല, ടെർമിനൽ ചിലപ്പോൾ സീൽ വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. കാരണം മെയിൻലി ഇവിടെ കസ്റ്റംസിന്റെ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞല്ലോ. ടെർമിനലിൽ ചെല്ലുമ്പോൾ ടെർമിനലിൽ ഒരു സീൽ വെരിഫിക്കേഷൻ ഉണ്ട്. സീൽ വെരിഫിക്കേഷൻ ചെയ്യാം. പിന്നെ നമുക്ക് സ്റ്റാക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റാക്ക് ചെയ്യുന്ന വെസലിലേക്ക് സ്റ്റാക്ക് ചെയ്യുന്നതിന് ഒരു ഫോം ഉണ്ട്. അത് വെച്ചിട്ട് സെസ് 4 എന്നാണ് പറയുക. സെസ് 4 അത് ഒരു ഫോം ഉണ്ട്. അത് ഷിപ്പിംഗ് ലൈനിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെച്ച് അങ്ങനെയൊന്നുമില്ല. കാരണം മറ്റേ ഡയറക്റ്റാണ് CFS. എൻട്രി ഒന്നും സെയിം തന്നെയാണ്. മറ്റേ അതെന്ന് വ്യത്യാസം, സെൽഫ് സീലിംഗ് കണ്ടെയ്നേഴ്സ് ബില്ല് എക്സിക്യൂട്ട് ചെയ്യണത് ടെർമിനുള്ളിൽ തന്നെയാണ്. ഉള്ളിൽ തന്നെയാണ്. അവിടെ എക്സാമിനേഷൻ ഇല്ല, അവിടെ തന്നെയാണ് ബില്ല് വെരിഫൈ ചെയ്ത് എല്ലിയോ തരുന്നത്. ടെർമിനുള്ളിലാണ്. എങ്ങനെ ഇവിടെ ടെർമിനലിൽ വന്നു എക്സാമിനേഷൻ നടത്തിയപ്പോഴത്തേക്കും അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അവര് നേരെ ഒരു CFSലേക്ക് മൂവ് ചെയ്യും. സിസ്റ്റം പറയാം, സിസ്റ്റം ഓപ്പൺ വരും. അപ്പോൾ സിസ്റ്റത്തിൽ എക്സാമിനേഷൻ ചോദിക്കുകയാണ്. അത് പറയും കണ്ടെയ്നർ പൊട്ടിച്ച് നമ്മൾ അങ്ങനെ വരും. അതെല്ലാവരും വരില്ല. അതൊക്കെ വളരെ 100 കണ്ടെയ്നർക്ക് ചെയ്ത് 1-2 വരുള്ളൂ. റീസൺ വരാൻ പല കാരണമുണ്ട്. കൺട്രി വൈസ് റീസൺ വരാറുണ്ട്. HSN കോഡിന്റെ റീസൺ വരാറുണ്ട്. പിന്നെ ചില പാർട്ടികളുടെ
കോഡിൻ്റെ റീസൺ വരാറുണ്ട്. ചിലർക്ക് എവിടെയെങ്കിലൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അങ്ങനെ വന്നാലും സിസ്റ്റം ഇപ്പം എല്ലാം സിസ്റ്റം ലിങ്കറാണ്. IECയും GSTയും എല്ലാമായിട്ട് ലിങ്കറാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഡിഫോൾട്ടോ എന്തെങ്കിലും പാർട്ടികൾക്ക് സംഭവിച്ചാലും ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ട്. നമ്മൾ അവിടെ ക്ലിയർ ചെയ്താൽ മാത്രമാണ് കോഡ് ക്ലിയറൻസ് വരുള്ളൂ. അത് സിസ്റ്റം എല്ലാം ലിങ്കറാണ്. അപ്പോൾ പല പല റീസൺ ഉണ്ട്. അധികം റീസൺ വരുന്നത് HSN കോഡിൻ്റെ റോങ് അല്ല, ഒരു സെലക്ഷനാണത്. കമ്മോഡിറ്റി വൈസ് സെലക്ഷനാണ്. അതിപ്പോൾ എല്ലാ തവണ വന്നുന്നില്ല, എപ്പോഴും പോണ ഐറ്റം ആയിരിക്കും. ഒരു റാൻഡം ചെക്കിംഗ് ഇല്ലേ, അതിനു വേണ്ടി സിസ്റ്റം കയറി എടുക്കുന്ന അത്. നമ്മൾ CFS സ്റ്റഫിംഗ് ആണെങ്കിൽ നമുക്ക് എല്ലാം അവിടെ വെച്ച് തന്നെ ചെയ്യാം അല്ലേ? അപ്പൊ ഈ പാലറ്റൊക്കെ അവിടെ വെച്ച് തന്നെ ചെയ്യാം, എല്ലാം വെച്ച്. ഈ ശരിക്കും ഈ പാലറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒത്തിരി ഡൗട്ടുണ്ട്. പാലറ്റൈസേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഈ കാർട്ടൺസ്, ഡ്രംസ്, കാരണം ഈ മറ്റുള്ള പോർട്ടിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വിട്ടു, മറ്റുള്ള സ്ഥലങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ചെയ്ത് ഇറങ്ങുന്നത് പല സ്ഥലത്ത്. ഇപ്പോൾ സൗദി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പാലറ്റൈസേഷൻ നിർബന്ധമാണ്, കമ്പൽസറിയാണ്. കാരണം അവരവിടെ അൺലോഡ് ചെയ്യണം, അങ്ങനെയായിരിക്കും. വേണ്ട അൺലോഡ് ചെയ്യുന്ന അങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല, മെയിൻ തിങ് കാർഗോയുടെ സെക്യൂരിറ്റി. പിന്നെ കാർഗോ ലോസായി പോവില്ല. കാരണം ഇത് കെട്ടി നന്നായിട്ട് ഓരോരുത്തർക്കും ഇപ്പോൾ ഒരു വെയർഹൗസിൽ കൊണ്ടതല്ല. ഇപ്പോൾ ഏത് പോർട്ടിൽ പോയാലും, ഇപ്പോൾ വിദേശത്തെ പോർട്ടിലായാലും ഇവിടത്തെ ആണെങ്കിലും വെയർഹൗസിലാണ് അതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ കാർഗോ മിസ്പ്ലേസ് ആയി പോകാനൊക്കെ ചാൻസുകൾ കൂടുതലാണ്. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അനുഭവം വന്നിട്ടുണ്ട്. ഒരു കാർഗോ മാറിപ്പോയി, അടുത്ത് വേറെ രാജ്യത്തേക്ക് പോയി, ഒക്കെ ഭയങ്കര തിരിച്ചു കൊണ്ടുവന്നൊക്കെ. കാരണം അവിടെ ഐറ്റം പകുതി ഇവിടെ ഇരിക്കുക, അത് വേറെ സ്ഥലത്തേക്ക് പോയി, അത് സ്റ്റഫിങ് ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരും. അപ്പം നമ്മളിതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി സേഫായിട്ട് പോകാൻ, പിന്നെ ഫോക്ക് ലിഫ്റ്റ് തുടങ്ങിയ സാധനമൊക്കെ പാലറ്റാണെങ്കിൽ പെട്ടെന്ന് ലോഡിങ് എളുപ്പമാണ്. പിന്നെ പാലറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഉടൻ പാലറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഫുമിയേഷൻ ചെയ്തോളണം. പല കൺട്രീസിലും ഫുമിയേറ്റ് ചെയ്യാത്ത പാലറ്റ് തന്നിട്ട് ഭയങ്കര ഫൈൻ, $400 $500 ഫൈൻ അടിച്ചു കൊടുക്കുന്നത്. ഫുമിയേറ്റ് ചെയ്ത പാലറ്റേ ഉപയോഗിക്കാമുള്ളൂ, അല്ലെങ്കിൽ ഉടൻ പ്ലാസ്റ്റിക് പാലറ്റ്. പ്ലാസ്റ്റിക് പാലറ്റ് വിപണിയിൽ നല്ല ഫൈബർ പാലറ്റ് കിട്ടും. നമുക്കൊരു കണ്ടെയ്നറിനകത്ത് എത്ര പാലറ്റ് സാധാരണ കയറ്റാൻ പറ്റും? 40-ലൊക്കെ ആണെങ്കിൽ 20-20 പാലറ്റ് കയറും. 40-ലും ഒരു 40 പാലറ്റ് അടുത്ത് കയറും. ഞാൻ പറഞ്ഞതൊരു ഇതാണ്, കാർഗോ ഡിപ്പെൻഡ് ചെയ്താണ് എൻ്റെ കാര്യങ്ങളെല്ലാം. ഞാനൊരു ഇതൊരു പറഞ്ഞാണ് 20 നമ്മൾ പാലറ്റൈസേഷൻ ചെയ്യുന്ന ഒരു ഫുമിയേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് തരുള്ളൂ. പറ്റില്ല, സീൽ ചെയ്യണം. പാലറ്റിൽ അവരുടെ സീല് മസ്റ്റാണ്. സീലും വേണം. അതുപോലെ ആൾക്കാർക്ക് ആ ഭാഗം ആൾക്കാർ ശ്രദ്ധിക്കാറില്ല അധികം. പക്ഷെ പല രാജ്യത്തും അവിടുത്തെ യൂറോപ്പിലൊക്കെ $400 അവര് ചാർജ് ചെയ്യും. അവര് ഫുമിയേറ്റ് ചെയ്യും അവിടെ. അങ്ങനെ പോർട്ടിൽ ഫുമിയേറ്റ് ചെയ്യുന്ന കാശാണ് അവർ പറഞ്ഞത്. ഇവിടെ 600 രൂപയ്ക്ക് തീർന്ന കേസാണ് അവിടെ പോയിട്ട്. അത് ഇമ്പോർട്ട് ഈ തടിയെന്നൊക്കെ വന്നതൊക്കെ പറയണത്. നമുക്കിപ്പോ അങ്ങനെ നമ്മള് അതിങ്ങനെ ഈ നമ്മുടെ തടി ഐറ്റംസ് ഒക്കെ ഇമ്പോർട്ട് വരുമ്പോ അങ്ങനെയൊക്കെ ഇവിടെ കുറവല്ല. ഫാക്ടറി സ്റ്റഫിങ്ങിന് പെർമിഷൻ ആവശ്യമുണ്ട്. കസ്റ്റംസിൽ അതിനുള്ള ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യണം. കസ്റ്റംസ് ഇൻസ്പെക്ഷൻ അറേഞ്ച് ചെയ്യും. എല്ലാവർക്കും എടുക്കാവോ? ഏത് എക്സ്പോർട്ടർക്കും എടുക്കാം, പക്ഷെ അവർക്കൊരു മാനുഫാക്ചറിങ് പ്ലേസ് വേണം. സ്റ്റാർ എക്സ്പോർട്ടർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേൺ ഓവർ വെച്ച് DGFT കൊടുക്കുന്ന ഒരു കാറ്റഗറിയാണത്. അതായത് ഇത്ര 5 കോടി അപ്പുറത്ത് എക്സ്പോർട്ട് ചെയ്ത ഇത്ര സ്റ്റാർ, അങ്ങനെയൊക്കെയാണ്. 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ 4. അപ്പോൾ അവർക്ക് സ്റ്റാർ എക്സ്പോർട്ടേഴ്സിന് പിന്നെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവിലേജസ് ഉണ്ട് കസ്റ്റംസിലൊക്കെ. ഗവൺമെൻറ് പല കാര്യങ്ങളിലും ഇൻസെൻറ്റീവ് മാത്രമല്ല, ഇപ്പോൾ ഒരു ബാങ്ക് ഗ്യാരണ്ടി ഒക്കെ കൊടുക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും പല സ്ഥലങ്ങളിൽ. അതൊക്കെ അവർക്ക് ഒഴിവാക്കി കിട്ടും. പല ഈ ഇമ്പോർട്ടൊക്കെ വരുമ്പോൾ ബാങ്ക് ഗ്യാരണ്ടി അതൊക്കെ ഒഴിവാക്കി കൊടുക്കും. അങ്ങനെയുള്ള പല ഗുണങ്ങളും മെച്ചങ്ങളുണ്ട്. അത് നമ്മൾ ഈ സ്റ്റഫ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഈ കണ്ടെയ്നർ കണ്ടെയ്നർ നമ്മൾ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വൈസ് അതായത് ഷിപ്പിംഗ് ലൈൻസിന് ബുക്കിംഗ് കൊടുക്കുകയാണ്.
നമ്മളാണ് ബുക്ക് ചെയ്യുന്നത്. നമ്മൾ ബുക്ക് ചെയ്യുന്നതുണ്ട്, ഷിപ്പർ ബുക്ക് ചെയ്യുന്നുണ്ട്, ഇതിൽ ഫോർവേഡിങ് ഏജൻസ് ഉണ്ട്, പല രീതിയിലാണ്. അപ്പോൾ ആരാണെങ്കിലും കണ്ടെയ്നേഴ്സ് തരുന്നത് ഷിപ്പിംഗ് ലൈനാണ്, അവരായിരിക്കും കണ്ടെയ്നേഴ്സ്. ബുക്കിംഗ് പാർട്ടി ചിലപ്പോൾ ഷിപ്പർ ഡയറക്റ്റ് ആവാം, ഫോർവേഡേഴ്സ് ആവാം, CHA ആവാം. അതൊക്കെ ഡിപ്പെൻസ് റേറ്റ്, വെസലിന്റെ ഡേയ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ ഈ സ്റ്റഫിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? അത് അധികവും നമ്മുടെ ഇവിടെ CHAകളാണ് കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് CHA എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റംസ്, ഇപ്പൊ CHA എന്നുള്ള വാക്ക് ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പൊ കസ്റ്റംസ് ബ്രോക്കറാണ്. അത് പേര് മാറിയല്ലോ, പേര് മാറി. CHA ഇല്ല ഇപ്പോൾ, കസ്റ്റംസ് ബ്രോക്കേഴ്സ്. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ വേൾഡ് നെയിമാണ്, അതുകൊണ്ട് അവർ കസ്റ്റംസ് ബ്രോക്കേഴ്സാണ്. ഈ കസ്റ്റംസ് ബ്രോക്കേഴ്സാണ് ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്യണത്, ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യണത്. ഇപ്പം എക്സ്പോർട്ടേഴ്സ് ചെയ്യുന്നുണ്ട്, അവർക്ക് ചെയ്യാം ഇല്ലെന്നല്ല പറഞ്ഞത്. 90% ഈ വർക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ അധികം കസ്റ്റംസ് ബ്രോക്കേഴ്സ് തന്നെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യണത്. ഇപ്പോൾ കണ്ടെയ്നർ പിക്ക് ചെയ്യണതും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യും. പിന്നെ അതിൻ്റെ ചിലവർക്ക് കണ്ടെയ്നർ വാഷ് ചെയ്ത് വേണം, ചിലർ പേപ്പർ ലൈൻ ചെയ്ത് കണ്ടെയ്നർ വേണം. അത് ഉള്ളിൽ പേപ്പർ ലൈൻ ചെയ്ത് നല്ല ഫുഡ് സ്റ്റഫൊക്കെ കയറ്റുമ്പോൾ നമ്മൾ പേപ്പർ ലൈൻ ചെയ്ത് കൊടുക്കും. ചിലവർക്ക് മറ്റേ ഈ അത് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഇതില്ലേ ഈ പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ സിലിക്കാ ജെല്ല്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്. അവര് പറയും, നമ്മുടെ അടുത്ത് പറയും ഞങ്ങൾക്ക് സിലിക്കാ ജെല്ല് വേണം കേട്ടോ, അല്ലെങ്കിൽ ഷിപ്പിംഗ് ലൈൻ എടുത്ത് നമ്മുടെ അടുത്താ പറയുക. നമ്മൾക്കാണല്ലോ ഇങ്ങനത്തെ വർക്കൊക്കെ നമ്മളാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ ഷിപ്പിംഗ് ലൈനിന് അവരെ ബുക്കിംഗ് അവർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. സർവേ ചെയ്തെടുക്കും. ഇല്ലില്ല, സർവേയർ ഉണ്ട്. ഈ ഓയിൽ സ്റ്റെയിൻ ഒക്കെ ഇടയ്ക്ക് വരും. ശരിക്കും വാഷൊക്കെ ചെയ്തത് കണ്ടെയ്നർ ആയിരിക്കും. ശരിക്കും അത് ലൈനിന്റെ ഉത്തരവാദിത്തമാണത്. അത് കണ്ടെയ്നേഴ്സ് എല്ലാം നല്ല കണ്ടെയ്നേഴ്സ് നമുക്ക് തരിക എന്നുള്ളത്, എന്തോരം ഒരു ഉത്തരവാദിത്തം കാണിക്കണമെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ലൈന് നമ്മൾ ഡോളർ കൊടുത്ത് റേറ്റ് കൊടുത്താണ് കണ്ടെയ്നർ എടുക്കുന്നത്. അപ്പോൾ നല്ല കണ്ടെയ്നർ, ക്വാളിറ്റി കണ്ടെയ്നർ തരിക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ അധികവും കേസിൽ ഞങ്ങളാണ്, നമ്മളെപ്പോലുള്ള ഏജൻസ് ആണ് ഇതെല്ലാം സർവേ ചെയ്ത് കൊണ്ടെടുത്ത് കൊടുക്കുന്നതും. അധികവും അങ്ങനെയാണ്. അല്ലെങ്കിൽ ലൈൻ പറയും നല്ല ബോക്സ് ഇരിപ്പുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കും. ഈ ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് വൈസ് ആണ്. ഫുഡ് പ്രൊഡക്ട്സ്, റൈസ്, അങ്ങനെ ഒക്കെ നമ്മൾ സർവേ നടത്തിയെടുക്കും. മറ്റുള്ള മിഷനറി കാര്യങ്ങൾക്കൊന്നും നമുക്ക് കുഴപ്പമില്ല, നോക്കിങ് എടുത്താൽ മതി. ഏതെങ്കിലും ഡ്രൈവേഴ്സിനോട് നോക്കാൻ പറയും, ജസ്റ്റ് നോക്കിങ് എടുക്കാൻ പറയും, അത് തന്നെ.